ഈ ഒരു ഇലയിൽ ഇതുവരെ നിങ്ങൾ അടയുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. വളരെയധികം ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ. വെറുതെ പറയണതല്ല, കാരണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിന് വേണ്ടി 250 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കില്ല, ആ ഒരു പൊടിയാണ്. പിന്നെ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ശർക്കര എടുത്ത് പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും പൊടിപ്പിച്ചിടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പൊടിപ്പിച്ചിടുന്നത്. പിന്നെ 1 ടീസ്പൂണോളം നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഏലക്കയും കുറച്ച് ചുക്കും കൂടി പൊടിപ്പിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് ആവശ്യം മൾബറി ഇലയാണ് കേട്ടോ. ഞാൻ കുറച്ച് ഇല വലിച്ചിട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. 2 വശവും നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഇല കളയൂല, അത് കഴിക്കുക ചെയ്യുക. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അരിപ്പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്കയും ചുക്കും കൂടിയുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ കൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടയ്ക്ക് സാധാരണ കുഴക്കില്ല, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. നമ്മൾ ഈ സ്പൂൺ കൊണ്ട് കുഴച്ചെടുത്താലൊന്നും ശരിയാവില്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ കപ്പിൽ 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇപ്പം നമ്മുടെ അടയൊക്കെ പരത്തിയെടുക്കുക, അതിന് വേണ്ടി ഒരു മൾബറി ഇല ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം മാവ് എടുത്തത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്, ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വലിയ മൾബറി ഇല നോക്കിയിട്ടാണ് വലിച്ചേക്കണത്. മാക്സിമം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അതിൻ്റെ വലിപ്പം. പിന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നൈസായിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക, കാരണം ഇത് അടയ്ക്കുമ്പോഴൊക്കെ കുറച്ച് എന്താ പറയുക, തിക്കായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. വെന്ത് വരുമ്പോഴൊക്കെ ഓക്കെ ആവും, കുഴപ്പമില്ല. എന്നാലും ഉണ്ടാക്കുമ്പോൾ കുറച്ച് നൈസായിട്ട് ഉണ്ടാക്കുമ്പോഴല്ല ടേസ്റ്റ്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ശർക്കര ഉരുക്കി തേങ്ങയൊക്കെ ഇട്ടിട്ട് ആ ഒരു രീതിയിലും ചെയ്യാൻ, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കണതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കണത്. ആദ്യമായിട്ട് ഉണ്ടാക്കണത് കൊണ്ട് തന്നെ നമ്മളിത് എങ്ങനെയൊക്കെ അടയ്ക്കണം, എങ്ങനെയാണ് പരത്തേണ്ട, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തു. അങ്ങനെ 2 ടൈപ്പിൽ ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. 2 ടൈപ്പ് മീൻസ് നമ്മുടെ അടയ്ക്കണത് ഒരെണ്ണം നീളത്തിലും ഒരെണ്ണം സെൻറ്ററിൽ വെച്ച് അടച്ചും ആ രീതിയിൽ ഉണ്ടാക്കി നോക്കി. രണ്ടും പെർഫെക്റ്റാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. 2 രീതിയിൽ അടച്ചാലും ഒരു കുഴപ്പമില്ല. ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പൊടിഞ്ഞു പോവുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇപ്പം എല്ലാം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റാം. ഒരു 10-15 മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് സിമ്മിലിട്ടു കേട്ടോ. സിമ്മിലിട്ടിട്ട് തന്നെ ഒരു 10-15 മിനിറ്റോളം വെച്ചാൽ മതി. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അടയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അട ഉണ്ടാക്കണത് മൾബറിയുടെ ഇല കൊണ്ട്. അപ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഈ അടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അട കഴിക്കുമ്പോൾ അതിൻ്റെ ഇല കളയൂല കേട്ടോ. ഈ ഇലയോട് കൂടിയാണ് നമ്മൾ അട കഴിക്കുക. കാരണം ഈ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മൾബറി ഇലയെക്കുറിച്ചും പഴത്തിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, കാണാത്തവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഇല തോരൻ വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം കമൻറ്റ് ബോക്സിൽ. കണ്ടോ, നമ്മളിത് മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇലയോട് കൂടിയാണ് മുറിഞ്ഞ് വരിക കേട്ടോ. നമ്മൾ വാഴയിലയാണെങ്കിൽ അത് സെപ്പറേറ്റ് മുറിച്ചെടുക്കണമല്ലോ, അത് സെപ്പറേറ്റ് ആയിട്ടല്ല വരിക. അപ്പോൾ ഇത് ഒരുമിച്ച് വരും. അതുകൊണ്ടാണ് പറയുന്നത്, കഴിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെയധികം ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.